ബദാമി കോട്ടയും ശിവാലയ ക്ഷേത്രങ്ങൾ കണ്ടിറങ്ങി മ്യൂസിയത്തിന് മുന്നിലൂടെ ഇടത്തോട്ട് നടന്നാൽ ഭൂതനാഥ ക്ഷേത്ര കോംപ്ലക്സിലെത്താം. അഗസ്ത്യ തീർത്ഥത്തിന് പുറകിൽ വടക്കുഭാഗത്തായി കാണുന്ന മല്ലികാർജുന ക്ഷേത്രങ്ങളും അഗസ്ത്യ തീർത്ഥത്തിനരികിൽ നിർമ്മിച്ചിരിക്കുന്ന ഭൂതനാഥ ക്ഷേത്രങ്ങളുമാണ് ഈ കോംപ്ലക്സിലെ പ്രധാനപ്പെട്ടവ. മല്ലികാർജുന ക്ഷേത്രത്തിൽ വൻ തിരക്കായതിനാൽ അവിടേക്ക് പ്രവേശിക്കാനായില്ല. മനുഷ്യനിർമ്മിതമായ അഗസ്ത്യ തീർത്ഥത്തിന് ചുറ്റും ഭംഗിയുള്ള കൽപ്പടവുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കരിങ്കൽ പാകി നിർമ്മിച്ച ഈ കൽപ്പടവുകൾ അഗസ്ത്യ തീർത്ഥത്തിന് കൂടുതൽ മനോഹാരിത നൽകുന്നുണ്ട്. ബദാമിയിലെ ഗ്രാമീണർ കുളിക്കുവാനും അലക്കുവാനും ഈ വെള്ളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഭൂതനാഥ ക്ഷേത്രത്തിലേക്ക് നടന്നു ചെല്ലാനായി കൃത്യമായി കല്ല് പതിച്ച നടപ്പാതകൾ കാണാം. ഈ ശിവക്ഷേത്രങ്ങളിൽ മനോഹരമായ തൂണുകളെ നിർമ്മിച്ച മുഖമണ്ഡപവും സഭാമണ്ഡപവും ഗർഭഗൃഹവും നന്ദിയുമെല്ലാം കാണാം. ഇവിടുത്തെ ക്ഷേത്രങ്ങൾ അധികവും ദക്ഷിണേന്ത്യൻ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 7ഉം 8ഉം നൂറ്റാണ്ടുകൾക്കിടയിലാണ് ചാലൂക്യർ ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതെന്നാണ് കരുതുന്നത്. മനോഹരമായ കുത്തുപണികളാൽ സമ്പുഷ്ടമാണ് ഈ ക്ഷേത്രങ്ങൾ. റെഡ് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രങ്ങളുടെ കൂടുതൽ ചിത്രങ്ങൾ നമുക്ക് കാണാം. ഈ ക്ഷേത്ര കോംപ്ലക്സിൽ ചെറിയ ക്ഷേത്രങ്ങൾ വീണ്ടും കാണാം. പാറക്കെട്ടുകൾക്ക് മുകളിൽ വിവിധ ദേവീദേവന്മാരുടെ ബിംബങ്ങൾ കൊത്തിയുണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വിഷ്ണു ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. വടക്കൻ മലമുകളിലെ കോട്ടയും ശിവാലയ ക്ഷേത്രങ്ങളും തെക്കൻ മലയിലെ ബദാമി ഗുഹാക്ഷേത്രങ്ങളുടെയും ഇടയിൽ നീലനിറത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഗസ്ത്യ തീർത്ഥവും അതിൻ്റെ കരയിലെ ഭൂതനാഥ ക്ഷേത്രങ്ങളും നൽകുന്ന ദൃശ്യം ബദാമി യാത്രികരുടെ മനം കവരും തീർച്ച. ഡക്കാൻ ഭൂഭാഗത്ത് 2 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ആധിപത്യം പുലർത്തിയ ചാലൂക്യരുടെ സമ്പന്നമായ സാംസ്കാരിക സാമൂഹിക ഭരണചരിത്രം ഇവിടെ സന്ദർശിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ബദാമി ഗുഹാക്ഷേത്രങ്ങളും കോട്ടയും ശിവാലയ ക്ഷേത്രങ്ങളും ഭൂതനാഥ ക്ഷേത്രവുമെല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മനോഹരമായി പരിപാലിക്കുന്നുണ്ട്. മൺസൂൺ കാലത്ത് അഗസ്ത്യ തീർത്ഥം നിറയുന്നതിനാൽ ഭൂതനാഥ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അസാധ്യമാക്കും.